മലയാളി ഇല്ലാതെ എന്നാ വേൾഡ് കപ്പ്? ഒരു വേൾഡ് കപ്പും ഇന്ത്യ മലയാളി ഇല്ലാതെ നേടിയിട്ടില്ലടാ. ദുഃഖമുണ്ട്. 105-ന് 8, 18 ഓവർ ഇന്ത്യയുടെ പൂച്ചടക്കിപ്പോയി. ഇന്നലത്തെ സൂര്യകുമാർ യാദവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ മനസ്സിലായി അദ്ദേഹം ഒട്ടും കോൺഫിഡൻ്റ് അല്ലാന്ന്. പക്ഷേ എന്തൊക്കെയോ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചു. സഞ്ജുവിനെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഭിഷേകിൻ്റെ സ്ഥാനത്താണോ സഞ്ജു? തിലകിൻ്റെ സ്ഥാനത്താണോ സഞ്ജു? മോനെ, എടാ, മലയാളിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അവൻ സത്യമുള്ളനടാ. അവൻ നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് കളിച്ചത്. അല്ലെങ്കിൽ അവന് കളിക്കായിരുന്നടാ മുട്ടിയും തട്ടിയിട്ട്. 2 ബോൾ മുട്ടിയാൽ ഒന്നും കുഴപ്പമില്ല, അവൻ്റെ അടുത്ത് 2 ബോൾ 6 അടിച്ചനെ. പക്ഷെ നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് എവരി ബോൾ ഗോ ഫോർ എ 6. അതായിരുന്നു അവന് കിട്ടിയ കമാൻഡ്. ആ കമാൻഡിലാണ് അവൻ കളിച്ചത്. അവനെ കുറ്റം പറയാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങളെടുത്ത് പള്ളേ കളഞ്ഞില്ലേ ഞങ്ങളുടെയൊക്കെ ചങ്കിനെ. ഇനിയും പരീക്ഷിക്കുക. അവൻ 3 സെഞ്ചുറി അടിച്ചു നിന്നപ്പോൾ അവനെ കൊണ്ടുവന്ന് എങ്ങോടെ ഇട്ടേ? 8-ാം സ്ഥാനത്തേക്ക്, 10-ാം സ്ഥാനത്തേക്ക്. ചില കളിയിൽ കളിപ്പിച്ചില്ല. ആർക്ക് വേണ്ടിയിട്ടാ? സച്ചിൻ തെണ്ടുൽക്കറുടെ മരുമോന് വേണ്ടിയിട്ട്. എന്നിട്ടോ അവൻ തിരിച്ചു വന്നപ്പോൾ അവനോട് ഒരു സഹാനുഭൂതിയില്ല. അവൻ ഏഷ്യ കപ്പ് നേടിത്തന്നില്ലേ? അവനാ നേടിത്തന്ന നിങ്ങൾക്ക്. ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരം ജയിപ്പിച്ച് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ആ 27 റൺസാ കീ. മനസ്സിലായില്ല അല്ലേ? ഇനി വൈകിട്ടില്ല. മേളിൽ നിന്ന് ഒരാൾ നോക്കുന്നുണ്ടല്ലോ. അവൻ്റെ കഠിനാധ്വാനവും ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും. തിരിച്ചു വിളിക്കടാ ഞങ്ങളുടെ ചങ്കിനെ. എന്നിട്ട് മതി വേൾഡ് കപ്പ്. അവൻ വേൾഡ് കപ്പിൽ മുത്തോടും. വിളിച്ചോ അവനെ.